ഹലോ മൈ ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടി ചെമ്മീൻ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ വീക്കെൻഡൊക്കെ ആയിട്ട് ഞങ്ങൾ വെള്ളിയാഴ്ച വീക്കെൻഡല്ല, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. 4 പേര് 5 പേർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്നോ നമുക്കൊന്ന് കിച്ചണിലോട്ടൊന്ന് പോയിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് അരിയാണ്. അരി 1 കിലോ അരിയാണ് എടുത്തിരിക്കണം, ബസ്മതി അരി. അത് ഒരു 1.5 കിലോ ചെമ്മീൻ നന്നാക്കി ക്ലീൻ ചെയ്ത് വെച്ചത്. അത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എല്ലാം കൂടി, ഉപ്പ് ആവശ്യത്തിനിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ജാസ്തി ഫ്രൈ ആവരുത്, ഒരു മീഡിയം ഫ്രൈ ചെയ്യാനേ പാടുള്ളൂ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അതിനൊന്ന് മാറ്റി വയ്ക്കുക. ഇങ്ങനെ ഒരു മീഡിയം ഫ്രൈ ആക്കാനും പാടുള്ളൂ. അതിന് ശേഷം ബിരിയാണിക്ക് വേണ്ട അണ്ടിപ്പരിപ്പ്, മുന്തിരി ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഫ്രൈ ചെയ്തെടുക്കുക, മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വലിയ ഒരു 2 സവാള ഫ്രൈ ചെയ്തെടുക്കാം, കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 5-6 ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 തക്കാളി, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, എല്ലാം അരിക്ക് വേണ്ട കുറച്ച് ക്യാരറ്റും കൊണ്ട് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഉള്ളി വഴറ്റിയെടുക്കാം. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം കട്ട് ചെയ്തിട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ശേഷം കുറച്ച് ഗരം മസാല, ഒരു 2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വറുത്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം വറുത്ത് വെച്ച കുറച്ച് ഉള്ളിയും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. അതിന് ശേഷം കുറച്ച് പുതിനയില, മല്ലിയില, ബ്ലാക്ക് പേപ്പർ എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് അരി വേവിക്കാനുള്ള പരിപാടി നോക്കാം, ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. അതിന് ശേഷം ആദ്യം കുറച്ച് ഡാൽഡയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അതിന് ശേഷം നെയ്യ്, ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു 3 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം സ്പൈസസ് ഇട്ട് കൊടുക്കണം. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, തക്കോലം, അങ്ങനെ പല ജാതി ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കുക. പെരിഞ്ചീരകം ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കുക. അതിന് ശേഷം ഒരു പച്ച 2 സവാള ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച് ക്യാരറ്റും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. 2 പച്ചക്കുള്ള ഒരു 3 കൊഞ്ചിൻ്റെ പീസും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. കൂടെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അരിക്ക് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. അതിന് ശേഷം വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞിട്ട് അടച്ച് വെച്ച് ഒഴിച്ചെടുക്കുക. അടുത്തായിട്ട് ദമ്മിയുള്ള പരിപാടി നോക്കാം. ദമ്മിൽ കുറച്ച് ഒരു പാത്രത്തിൽ നെയ്യ് ആദ്യം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അരി ആദ്യം മേലെ കൊടുന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് വറുത്ത് വെച്ച ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി ആദ്യം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം മല്ലിയില, പുതിനയില കട്ട് ചെയ്ത് വെച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും കുറച്ച് ഇതിട്ട് കൊടുക്കുക, റൈസ്. എന്നിട്ട് മേലെ നമ്മുടെ കൊഞ്ചിൻ്റെ മസാല, കൊഞ്ച് കറി മേലെ കൂടെ ഇട്ട് കൊടുക്കുക ഫുള്ള്. എന്നിട്ട് കുറച്ച് മല്ലിയില, പുതിനയില വീണ്ടും ഇട്ട് കൊടുക്കുക. അതിനുശേഷം റൈസ് ഒരു ലെയറും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വറുത്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. മല്ലിയില, പുതിനയില, കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക.
അണ്ടിപ്പരിപ്പ് മുന്തിരി ഒരു ഏലം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മേലെ കൂടെ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബിരിയാണി സെറ്റായി കിട്ടും. വീഡിയോ കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.